ഒരു ചർച്ചയുടെ ഒരു ജനാധിപത്യ രീതിയുണ്ട്. UDFിൻ്റെ പദ്ധതി ഞങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം, ഏത് വിഷയത്തിൽ ഡിബേറ്റ് ചെയ്യാം. പക്ഷെ നുണകൾ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയിൽ അങ്ങ് കുറച്ച് ആളുകളുടെ മുന്നിൽ കയ്യടി മേടിച്ച് ചർച്ച പൂർത്തീകരിക്കുക. തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ പറയുന്നതിനെല്ലാം ഞങ്ങൾക്ക് കൃത്യമായ മറുപടിയുണ്ട്. നിങ്ങൾ പച്ചക്കള്ളങ്ങളാണ്. ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ചുൾപ്പെടെ നിങ്ങൾ തുടക്കം മുതൽ പച്ചക്കള്ളാണ് പറയുന്നത്. ഞാൻ ഒറ്റ ഭാഗം ഞാൻ മറുപടി പറയാൻ പോയാൽ അതൊരു തെറ്റായിപ്പോയി. നിങ്ങൾ തുടക്കത്തിൽ 2014 സഖാ പിണറായി വിജയൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടത്തിയൊരു പത്രസമ്മേളനമുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി. ഞാൻ വീഡിയോ കൈരളിക്ക് തരാം. നിങ്ങൾ ഈ ചർച്ചക്കടിലൊന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യണം. നുണകൾ ഇങ്ങനെ പറയാണ്. അതോടൊപ്പം അദ്ദേഹത്തിനെതിരായ കേസ്. ഇതൊക്കെ എവിടെയോ തള്ളിക്കളഞ്ഞ ഒരുപാട് നുണകളുടെ കൂട്ടത്തിൽ കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകളിൽ ഒന്നാണ് പച്ച നുണകൾ. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഏതെങ്കിലും വാട്സപ്പിൽ നിന്ന് കിട്ടിയാൽ ആധികാരികത പരിശോധിക്കാതെ ഒരു ചാനൽ മുറിയുടെ ചർച്ചയിൽ വന്ന് പറയരുത്. അത് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെയുള്ള ചില കയ്യടികൾ വിജയം നടക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആത്യന്തികമായ വിജയം അവിടെ ഉണ്ടാകില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് എൻ്റെ നാട്ടുകാരനായ മൊയ്യാരത്തുൾപ്പെടെയുള്ള എത്രയോ ചരിത്രത്തിലേക്ക് എനിക്ക് പോകേണ്ടി വരും. ഇവിടെ പറഞ്ഞല്ലോ ഞാൻ അതിലേക്ക് പോകാത്തത് ഈ ചർച്ചയുടെ ഒരു മാന്യമായ ഒരു തലം നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിൻ്റെ കഥ നിങ്ങൾ ഇനി കണ്ണൂരൊക്കെ വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ KPCCയുടെ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ വെടിവെച്ച് കൊലപ്പെടുത്തിയ എത്രയോ രക്തസാക്ഷികളുടെ കഥ പറയാനുണ്ട് കണ്ണൂരിന്റെ മണ്ണിന്. നമുക്ക് ചർച്ച ചെയ്യാം.